ഹായ് ഫ്രണ്ട്സ്, അഗ്രോബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന കോമ്പിനേഷൻ എന്ന് പറയുന്നത് കോപ്പർ സൾഫേറ്റ് പ്ലസ് മാംഗോസിബ് എന്ന് പറയുന്നൊരു കോമ്പിനേഷനാണ്. അതിന് നമ്മളിവിടെ അതിനായിട്ട് എടുത്തിരിക്കുന്നത് ഡിവോണ എന്ന് പറയുന്നൊരു പ്രോഡക്റ്റാണ്. നമുക്കറിയാം, മഴക്കാലമായി കഴിഞ്ഞാൽ നമ്മുടെ ഏലച്ചെടികളിലെ തട്ടമറച്ചിലെ കൊത്തഴുകൽ പോലുള്ള രോഗങ്ങൾ വ്യാപകമായിട്ട് കണ്ടുവരുന്നുണ്ട്. ആ ഒരു സാഹചര്യങ്ങളിൽ നമുക്ക് കോപ്പർ ബേസ്ഡ് ആയിട്ടുള്ള ഫംഗിസൈഡുകൾ ധാരാളം ഉപയോഗിക്കേണ്ടി വരും. അതിൻ്റെ കോമ്പിനേഷനുകൾ ധാരാളം നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യുന്ന കോമ്പിനേഷനിൽ COC ഹെക്സാ ബോഡോ മിശ്രിതം കോപ്പർ ഹൈഡ്രോക്സൈഡ് പോലുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ ആ ശ്രേണിയിൽ അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നതാണ് ഈ ഡിവോണ എന്ന് പറയുന്ന പ്രോഡക്റ്റ്, കോപ്പർ സൾഫേറ്റ് പ്ലസ് മാംഗോസിബ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് നോക്കാം. അപ്പോൾ ഇതുകൂടാതെ നമുക്ക് പറയാനുള്ളത്, നമ്മൾ ഇതുപോലുള്ള പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്തുക, കൃഷി അറിവുകൾ പങ്കുവെക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ നമ്മുടെ ചാനലിൽ കൂടെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൂടെ വേണം. അതുകൊണ്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയി പ്രോഡക്റ്റ് നമുക്ക് നോക്കാം, എന്നാണ് അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ നോക്കിയിട്ട് വരാം. അപ്പോൾ ഒത്തിരി വലിച്ചിട്ടൊന്നുമില്ലാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സ്വാൾ കമ്പനിയുടെ ഡിവോണ എന്ന് പറയുന്നൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ നമ്മൾ മൺസൂണിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഫംഗിസൈഡുകളെ കുറിച്ച് കുറച്ച് വീഡിയോകളൊക്കെ ചെയ്തിരുന്നു. ആദ്യം ചെയ്തത് നമ്മൾ COC ഹെക്സാ എന്ന് പറയുന്നൊരു കോമ്പിനേഷൻ, അത് കഴിഞ്ഞ് ബോഡോ മിശ്രിതത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് കോപ്പർ ഹൈഡ്രോക്സൈഡ് കോർട്ടിവയുടെ കൊസൈഡ് എന്ന് പറയുന്നത്. നമുക്ക് മൺസൂൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏലച്ചെടികളിൽ കൊത്തഴുകൽ, തട്ടമറച്ചിൽ പോലുള്ള രോഗങ്ങൾ വ്യാപകമായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ സമയങ്ങളിൽ നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യാൻ കഴിയുന്നത് കോപ്പർ ബേസ്ഡ് ആയിട്ടുള്ള ഫംഗിസൈഡുകളാണ്. ആ ശ്രേണിയിൽ അടുത്ത ഒരാളെയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. കോപ്പർ ബേസ്ഡ് ഫംഗിസൈഡുകളിൽ അടുത്ത ശ്രേണിയിലുള്ള ഒരാൾ. ഇതിൻ്റെ ഒരു ഭയങ്കര പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ കോമ്പിനേഷനുകളിൽ ഒന്നെങ്കിൽ സിസ്റ്റമിക് അല്ലെങ്കിൽ കോണ്ടാക്റ്റ്, അല്ലെങ്കിൽ ഒരു സിസ്റ്റമിക് പ്ലസ് ഒരു കോണ്ടാക്റ്റ് ഫംഗിസൈഡുകളുടെ ഒരു കോമ്പിനേഷനാണ് വരുന്നത്. നമുക്ക് ഈ ഡിവോണയിൽ വരുന്ന കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ 2 കോണ്ടാക്റ്റ് ഫംഗിസൈഡുകളിലെ ഒരു കോമ്പിനേഷനാണ്. അതിൽ നമുക്ക് എടുത്തു പറയേണ്ടത് കോപ്പർ സൾഫേറ്റ്. നമ്മൾ തുരിശ് എന്ന് പറയുന്ന ആ ഫോമിൽ വരുന്ന കോപ്പർ സൾഫേറ്റ് 47%, അതേപോലെ തന്നെ മാംഗോസിബ് എന്ന് പറയുന്ന കോണ്ടാക്ട് ഫംഗിസൈഡ് നമുക്കറിയാം. നമ്മൾ ഫിസേറിയത്തിനെതിരെ ഉപയോഗിച്ച് വരുന്ന മാംഗോസിബ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് 30% WDG ഫോമിലാണ് വരുന്നത്. വാട്ടർ സോല്യൂബിൾ ഗ്രാനുലായിട്ടാണ് വരുന്നത്. ശരിക്കും ഈ ഡിവോണ എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബോഡോ മിശ്രിതം നമ്മൾ ഉപയോഗിക്കുന്ന അതേ മെത്തേഡിൽ, അല്ലെങ്കിൽ കൊസൈഡ് പോലുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്ന അതേ മെത്തേഡിൽ തന്നെയാണ് ഡിവോണയെ ഉപയോഗിക്കേണ്ടത്. അതായത് നമുക്ക് രോഗം വരുന്നതിന് മുന്നേ നമ്മൾ തളിച്ചു കൊടുക്കുക. നമുക്ക് രോഗം വരുന്നതിന് മുന്നേ ഈ പ്രോഡക്റ്റ് നമ്മൾ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ സംഭവിക്കുന്നത്, രോഗം വരാതെ നല്ല രീതിയിൽ തടഞ്ഞു നിർത്തും. ശരിക്കും ടാർഗറ്റ് ചെയ്യുന്നത് ഫിസേറിയം പോലുള്ള ഫംഗസുകൾ, പിത്തിയം, ഫൈറ്റോത്തോറ പോലുള്ള ഫംഗസുകൾക്കെതിരെയാണ് വളരെ എഫക്റ്റീവായിട്ട് ഡിവോണ നമുക്ക് റിസൾട്ട് നൽകുന്നത്. പിന്നെ ഡിവോണയുടെ ഒരു ഡോസേജ് ആയിട്ട് വരുന്നത്, നമ്മൾ ഫീൽഡ് ക്രോപ്സിനൊക്കെ നമുക്ക് 1 ലിറ്ററിൽ 5 ഗ്രാം വരെ ഉപയോഗിക്കാം. അതായത് 1 കിലോ വരെ നമുക്ക് ഉപയോഗിക്കാം എന്നാണ് കമ്പനി പറയുന്നത്. നമ്മൾ ഏലച്ചെടിയിൽ നമ്മൾ പൊതുവെ ഉപയോഗിച്ച് വരുന്നത് ഒരു 200 ലിറ്ററിന് 500 ഗ്രാം വരെ ഉപയോഗിക്കാം. അതായത് 2.5 ഗ്രാം എന്ന തോതിൽ നമുക്ക് ഉപയോഗിക്കാം. ആ ഒരു തോതിൽ നമുക്ക് ഉപയോഗിക്കുന്നതാണ്. നല്ലൊരു റിസൾട്ടാണ്. അത് ശരിക്കും നമ്മൾ രോഗങ്ങൾ വരുന്നതിന് മുമ്പ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തോട്ടത്തിൽ രോഗങ്ങൾ ഉണ്ടാകാതെ നല്ല രീതിയിൽ നമ്മുടെ ചെടിയെ സംരക്ഷിക്കും. പിന്നെ നമ്മൾ ഈ ഡിവോണ, അതായത് കോപ്പർ സൾഫേറ്റ് പ്ലസ് മാംഗോസിബിൻ്റെ കോമ്പിനേഷൻ ചെടിയിൽ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന വേറൊരു ബെനിഫിറ്റ് എന്ന് ചോദിച്ചാൽ, ബാക്ടീരിയ പ്രശ്നങ്ങൾ, അതായത് ബാക്ടീരിയകൾക്കെതിരെയും നല്ല രീതിയിൽ എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട്. നമ്മൾ ടാഗ്മേസിയം പോലുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക്. അതിന് പകരം ഈ കോപ്പർ സൾഫേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഫംഗസ്, ബാക്ടീരിയ പ്രശ്നങ്ങൾക്ക് നല്ലൊരു കൺട്രോൾ കിട്ടി നമ്മുടെ ചെടിയുടെ ശരങ്ങളൊക്കെ നല്ലപോലെ തെളിഞ്ഞു വരികയും ചെയ്യുന്നു. ഈ ബാക്ടീരിയ പ്രശ്നം കൊണ്ട് ശരം തെളിഞ്ഞു വരാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ കോപ്പർ സൾഫേറ്റ് പ്ലസ് മാംഗോസിബ് കൊടുക്കുമ്പോൾ നല്ലപോലെ തെളിഞ്ഞു വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കിത് ശരിക്കും ഇതിൻ്റെ ഒരു ഫോർമുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കാൻ കുറച്ചും കൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫോർമുലേഷനാണ്. ഇത് നമ്മൾ പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്ക് പറന്ന് നമ്മുടെ മൂക്കിൽ കയറി ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു പൗഡർ ഫോമാണ്. നമുക്ക് അതുകൊണ്ട് വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അതേപോലെ തന്നെ 100% വാട്ടറിൽ സോലുബിൾ ആകുന്ന രീതിയിലാണ് കമ്പനി ഇത് പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നല്ലൊരു പ്രോഡക്റ്റാണ്. ശരിക്കും നമ്മൾ എപ്പോഴും ഇതിനകത്ത് എടുത്ത് പറയുന്നത്, നമ്മൾ ഈ രോഗങ്ങൾ വന്നു കഴിഞ്ഞിട്ട് ട്രീറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് സിസ്റ്റമിക് ആയിട്ടുള്ള കോമ്പിനേഷനുകൾ ഉപയോഗിക്കേണ്ടി വരും. ഇത് രോഗങ്ങൾ വരുന്നതിന് മുമ്പ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ചിലവ് കുറച്ച് നല്ല കൺട്രോളിൽ കൊണ്ടുവന്ന് പോകാൻ പറ്റും. നമ്മുടെ അഴുകൽ പോലുള്ള രോഗങ്ങൾ, ഫിസേറിയം പോലുള്ള രോഗങ്ങൾ, ബാക്ടീരിയ പ്രശ്നങ്ങളൊക്കെ
നമുക്ക് നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും ഈ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച്. പക്ഷേ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്, നമ്മൾ മൺസൂൺ തുടങ്ങുന്നതേ നമ്മൾ വലിയ രോഗങ്ങളിലോട്ട് പോകുന്നതിന് മുമ്പ് ഉപയോഗിക്കുക. ഈ ഒരു സമയങ്ങളിൽ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും എന്ത് കോമ്പിനേഷനാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാതെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന സമയമാണ്. മഴ പെയ്തതെന്ന് ചോദിച്ചാൽ കുറച്ച് ദിവസം മഴ പെയ്തു, ഇപ്പോൾ നല്ല തെളിഞ്ഞൊരു അന്തരീക്ഷമാണ്. അപ്പോൾ നമുക്ക് ഒത്തിരി വലിയ കട്ടി കൂടിയ ഫംഗിസൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ കാപിടുത്തം കുറയുന്നൊരു സാഹചര്യമുണ്ട്. COC മെറ്റലാക്സിൽ അല്ലെങ്കിൽ മെറ്റലാക്സിൽ കോമ്പിനേഷൻ അങ്ങനെയുള്ള ടിപ്പിക്കണസോളോ COC പോലുള്ള കോമ്പിനേഷനിലോട്ട് പോകുമ്പോൾ നമുക്കറിയാം അറസ്റ്റുകൾ ഉണ്ടാകുന്നുണ്ടെന്ന്. അതിന് പകരം നമുക്ക് അറസ്റ്റ് ഇല്ലാതെയും എന്നാൽ ആ ഒരു എന്താ പറയുക അത്യാവശ്യം ഫംഗസ് രോഗങ്ങൾക്ക് നല്ല കൺട്രോൾ കിട്ടുന്ന രീതിയിലും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കോമ്പിനേഷനാണ് ഈ കോപ്പർ സൾഫേറ്റ് പ്ലസ് മാംഗോസിപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഇത് നമുക്ക് നമ്മുടെ ഡിസംബർ മാസങ്ങളിൽ മഞ്ഞ് പെയ്യുന്ന സമയങ്ങളിൽ ഇലയ്ക്ക് നമുക്ക് പ്രശ്നങ്ങളുണ്ടാകും. മഞ്ഞിൻ്റെ വീഴ്ച കൊണ്ട് ഇലയിലുണ്ടാകുന്ന ഫംഗസ് രോഗങ്ങൾക്കെല്ലാം നല്ല റിസൾട്ട് കിട്ടും. നമ്മൾ പൗഡറി മിൽഡ്യൂഡ്, ഡൗണി മിൽഡ്യൂഡ് എന്നൊക്കെ പറയുന്ന രോഗങ്ങൾക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്ന ഒരു കോമ്പിനേഷനാണ് ഈ കോപ്പർ സൾഫേറ്റ് പ്ലസ് മാംഗോസിപ്പ് എന്ന് പറയുന്ന കോമ്പിനേഷൻ. ഈ ഒരു കോമ്പിനേഷൻ നമ്മൾ ചെടിയിലോട്ട് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ചെടിയിൽ പുറമേ നല്ലൊരു കവറിങ്, അതായത് കോപ്പറിൻ്റെ മാംഗോസിപ്പിൻ്റെ ഒരു കോട്ടിങ് ചെടിക്ക് കിട്ടിയിട്ട് ആ ഒരു കോമ്പിനേഷൻ, ആ ഒരു കോട്ടിങ് ചെടി പിടിച്ച് നിൽക്കുകയും ഫംഗസുകൾ ചെടിയിൽ ആക്രമിക്കുമ്പോഴത്തേക്ക് ഈ ഫംഗസിൻ്റെ ശരീരത്തിലൂടെ തന്നെ പ്രോട്ടീൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നിലച്ചു പോവുകയും ഈ ഒരു ഫംഗിസൈഡിൻ്റെ എഫക്റ്റ് കൊണ്ട്. ഇതുകൂടാതെ ഈ മാംഗോസിപ്പ് കോപ്പർ സൾഫേറ്റിൻ്റെ കോമ്പിനേഷനിൽ ഫംഗസുകൾക്ക് ഹിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവരുടെ മൈറ്റോകോൺട്രിയയുടെ പ്രവർത്തനങ്ങളെല്ലാം നിലച്ച് ഫംഗസുകൾ പെട്ടെന്ന് നശിച്ചു പോകാൻ തുടങ്ങി. അതുകൂടാതെ ആ ഒരു കോപ്പർ സൾഫേറ്റിൻ്റെ പ്രവർത്തനം കൊണ്ട് ചെടിക്ക് നല്ലൊരു ഇമ്മ്യൂണിറ്റി കിട്ടുകയും ചെയ്തു വരുന്നുണ്ട്. ചെടിക്ക് നല്ലൊരു തെളിച്ചമൊക്കെ കിട്ടി വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ അത് നല്ല വാട്ടർ സോളിബിൾ എന്ന് പറഞ്ഞാൽ അതേപോലെ നല്ല നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഏത് സർഫസിലാണോ അടിക്കുന്നത് ആ സർഫസിലെല്ലാം നല്ല രീതിയിൽ പടർന്ന് പിടിക്കാൻ ശേഷിയുള്ള ഒരു കെമിക്കൽ കോമ്പിനേഷനാണ്. ആ ഒരു രീതിയിലാണ് കമ്പനി ഇത് ഫോർമുലേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക, ചെടിക്ക് മറ്റ് മാരകമായിട്ടുള്ള രോഗങ്ങൾ, അതായത് അഴുകൽ, തട്ടമറിച്ചിൽ, കൊത്തഴുകൽ പോലുള്ള രോഗങ്ങളുണ്ടോ എന്ന് നമ്മൾ കൺഫേം ചെയ്യുക. ഇല്ലാത്ത പക്ഷമേ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. വന്നതിന് ശേഷം ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ പ്രോഡക്റ്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ ഒരു പ്രൊഡക്ഷനെ എങ്ങനെയാണ് രോഗം വരാതിരിക്കാനായിട്ട്, രോഗത്തെ തടഞ്ഞു നിർത്താൻ വേണ്ടിയുള്ളൊരു കോമ്പിനേഷനാണ്. രോഗം വന്നതിന് ശേഷം നമ്മളിത് ഉപയോഗിച്ചിട്ട് പ്രൊഡക്റ്റ് കൊള്ളില്ല എന്ന് പറയുന്ന അർത്ഥമില്ല. ശരിക്കും ബോഡോ മിശ്രിതം എങ്ങനെ ഉപയോഗിക്കുന്നു അതേ പർപ്പസിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന സാധനമാണ്. അതുകൂടാതെ ഇതിൻ്റെ ഒരു ഡോസേജ് നമ്മൾ പറഞ്ഞു, 1/2 കിലോ 200 ലിറ്ററിന് 400 to 500 ഗ്രാം ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഒരു വില നമുക്കൊരു 900 രൂപ വരെ മാർക്കറ്റ് പ്രൈസ് വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് ഈ കോമ്പിനേഷനെ കുറിച്ച് പറയുന്നത്. നമ്മൾ അധികം വലിച്ചു നീട്ടുന്നില്ല. അപ്പം എല്ലാവർക്കും ഈ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്ത് നമ്മുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനലുകളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതാണ്, സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് നോക്കണം. നമ്മൾ ഇടുന്ന വീഡിയോ കൃത്യമായിട്ട് എല്ലാവരിലോട്ടും എത്തും. നമുക്ക് എല്ലാ കൃഷിക്കാർക്കും നല്ല രീതിയിൽ കൃഷി ചെയ്യാനുള്ള നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആകുന്ന ഫംഗിസൈഡുകൾ, പെസ്റ്റിസൈഡുകൾ, ബയോ പ്രോഡക്ട്സുകൾ, ഇതൊക്കെ ഒന്ന് എല്ലാവരെയും പരിചയപ്പെടുത്തുന്ന രീതിയിലുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ നന്നായി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഡിവോണയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒന്നും കൂടി ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ കാണിക്കണം. കോപ്പർ സൾഫേറ്റ് പ്ലസ് മാംഗോസിപ്പാണ്. അതേപോലെ തന്നെ അതിൻ്റെ ഒരു വീര്യം എന്ന് പറഞ്ഞാൽ ബ്ലൂ ട്രയാങ്കിളിൽ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വില നമ്മൾ പറഞ്ഞത് 900 രൂപയ്ക്ക്. ഇത്രയൊക്കെയാണ് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇതുകൂടെ നമ്മൾ പറയാൻ വിട്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് മൂലകങ്ങൾ കൂടെ ചെടിക്ക് കിട്ടുന്നുണ്ട്. അതിൽ ചെടിക്ക് കിട്ടുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിങ്ക് നല്ല രീതിയിൽ ചെടിക്ക് കിട്ടും, അതുപോലെ കോപ്പർ കിട്ടും, മാംഗനീസ് കിട്ടും. ഇങ്ങനെ 3 മൂലകങ്ങളും കൂടെ ചെടിക്ക് കിട്ടും. അതും കൂടെയാണ് നമുക്ക് ചെടിയുടെ ശരത്തിലുള്ള തെളിച്ചത്തിനും ആ ഒരു ഫ്രഷ്നെസ്സിനൊക്കെ കാരണം. അപ്പോൾ നമുക്കിത് ശരിക്കും ഒരു ഫംഗിസൈഡ് പ്ലസ് ചെറിയൊരു ന്യൂട്രിയൻസിൻ്റെ എഫക്റ്റും കൂടെ ചെടിക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയും കൂടെ ഉപയോഗിക്കാൻ കഴിയുന്നൊരു പ്രോഡക്റ്റാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ എല്ലാവരും ഒന്ന് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും നന്ദി.